നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തനം നടത്താനാണ് ലൈസൻസ് തന്നിരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടി നടത്താനല്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ്, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലുള്ള പരിപാടികൾ നടത്താനല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള കള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് എന്നിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാം, നിങ്ങൾ ഒരക്ഷരം പി എ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചില്ലല്ലോ. പി എ മുഹമ്മദ് റിയാസ് അതൊരു വീഡിയോ ആയി പുറത്തിറക്കിയിട്ടുണ്ട്. ശ്രീ വി മുരളീധരൻ പറഞ്ഞത് വലിയ വാർത്തയും അപരാധവുമായി നിങ്ങൾക്ക്, മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾക്ക് വേദവ്യാഖ്യ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ആ SFI ഇസോ ഒന്ന് വിടും. നിങ്ങൾ ആ SFIക്കാരിൽ നിന്നൊന്ന് നേരെയായിട്ട് ഒരു മാധ്യമപ്രവർത്തകരായിട്ട് മാറ്. ശമ്പളം തരുന്നത് AK സെന്ററിൽ നിന്നോ ഇന്ദിരാഭവനിൽ നിന്നോ അല്ല, ആണോ? അതുകൊണ്ട് അത് നിങ്ങൾ അവസാനിപ്പിക്കും. എന്തുകൊണ്ട് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചർച്ചയാക്കുന്നില്ല, വാർത്തയാക്കുന്നില്ല, നിങ്ങൾക്ക് അതിൽ പ്രതിഷേധമില്ല? നിങ്ങൾ എന്തുകൊണ്ട് ആത്മരോഷം കൊള്ളുന്നില്ല? അപ്പോൾ വി മുരളീധരൻ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ കൊണ്ടു, മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾ ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണം. പച്ചയായ രാഷ്ട്രീയ കളി നിങ്ങൾ അവസാനിപ്പിക്കണം. ആ, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ സാർ. തിരൂർ സ്വദേശിനെ കൊണ്ട് നിങ്ങളൊക്കെ തന്നെയല്ലേ കൊടുപ്പിക്കുന്നത്. കോടതിയിൽ എത്ര കേസുകളുണ്ട്? കോടതിയിൽ എത്ര കേസുകളുണ്ട്? ഈ കേസ് തന്നെയല്ലേ അന്വേഷിച്ചത്, ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്. ഇതിൽ കൂടുതൽ എന്താണ് പുതിയത്? ഈ കേസുകളെല്ലാം നേരത്തെയും, ഈ കേസ് തന്നെ നേരത്തെയും അന്വേഷിച്ച് മൊഴികളെല്ലാം വന്ന് 2021 ഈ മൊഴികളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വിട്ടല്ലോ, ഏത് തെരഞ്ഞെടുപ്പ് കാലത്ത്. അതൊക്കെ 2021 മൊഴിയല്ല, 2024 മൊഴിയല്ല, ആണോ അല്ലയോ? 2021 മൊഴി വീണ്ടും എടുത്ത് ഛർദ്ദിക്കാൻ നിങ്ങൾക്ക് യാതൊരു ലജ്ജയുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ്. അല്ലാതെ ഇപ്പോഴത്തെ മൊഴി വന്നില്ലല്ലോ, ഇന്നല്ലേ വരാൻ പോകുന്നുള്ളൂ. 2021 മൊഴി 1-ാം പേജിൽ വാർത്ത കൊടുക്കുന്ന ആ പത്രത്തിനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കുന്ന വിഷ്വൽ മീഡിയയോട് എന്ത് പറയണം? ഒരു പൂമാലയിട്ട് തരണോ? അപ്പോൾ നിങ്ങൾ പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ്. അതിനെ അംഗീകരിച്ചും തരില്ല, അതിനൊരു വിലയും ഞങ്ങൾ കൊടുക്കും. എന്തിന്? എന്ത് വ്യക്തി? എത്ര ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നിട്ട് പാപ്പ പള്ളി പോയിട്ടുണ്ട്.